ഹായ് പറഞ്ഞ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. അപ്പോൾ എൽസയ്ക്കും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് അവളെ കൂടി നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കിട്ട് മൈദ എടുത്തിട്ടിരിക്കണം. ഇത് 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതിലേക്ക് മതി അത്ര ഇട്ടാ മതി. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇടാം, എന്തോരം വേണമെന്നുള്ളത്. ഇനി നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മൈദയിൽ മാത്രമായി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ തളർന്ന പോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. അധികം ലൂസായി പോവരുത്. എൽസയ്ക്ക് അമ്മ ഈ ടേബിൾ സ്പൂൺ ഓക്കെ എന്നാൽ എൽസ എടുക്കും. എൽസയ്ക്ക് മാത്രമുള്ള ചെറിയ സ്പൂണാണ്. അപ്പോൾ അതാണ് അവൾ എല്ലാത്തിലും അത് ഉപയോഗിക്കുന്നത്. നമുക്കിനി മിക്സ് ചെയ്യാം. അത് ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്കതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സാധാരണ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. പിന്നെ ഹോട്ടലിലൊക്കെ ചെയ്യുക, അവരിതിൻ്റെ കൂടെ ദോശമാവ് ചേർക്കും. അതൊരു ചെറുതായിട്ടൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ദോശമാവ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ദോശമാവൊന്നും ചേർക്കണില്ല. ബാറ്റർ ഉണ്ടാക്കി നമുക്കൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇത് തീരെ ഇങ്ങനെ തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി, ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറേ വെള്ളം അധികമായി പോയാൽ തന്നെ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ഒട്ടും ഈ ബാറ്റർ പഴത്തിൽ പിടിക്കില്ല, കുറച്ച് മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ മാവ് ഇങ്ങനെ വിട്ട് വീഴണം. അതായിരിക്കണം ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയണത്. വേണ്ട, ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കണ്ട. നമ്മൾ വെള്ളം ഓൾറെഡി ഒഴിച്ചു. ഇനി ഒഴിച്ച് വെള്ളം കൂടി. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ പഴം തൊലി പൊളിച്ചിട്ടുണ്ട്. ഈ 2 സൈഡും ഇതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവെച്ച് മുറിക്കാം. ഇത് കുറച്ച് വലിയ പഴമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ സ്ലൈസസ് ആക്കി എടുക്കണം. ഒരു സ്ലൈസസ് ആക്കി ഇതിപ്പോൾ എനിക്ക് 3 സ്ലൈസസ് ആക്കാൻ പറ്റി. ഇത് അത്യാവശ്യം നല്ലത്, ഇതേപോലെ നല്ല കട്ടിയുള്ള പഴമാണ്. അത് കാരണം ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 2 സ്ലൈസൊക്കെ ആക്കാൻ പറ്റുള്ളൂ. എൽസയ്ക്ക് വേണോ പഴം? വേണോ? പഴം വേണോ? എൽസ കട്ട് ചെയ്യണ്ട. എൽസ കട്ട് ചെയ്ത് ശരിയാവില്ല. ഇത് അമ്മ കൈ പിടിച്ചിട്ട് കട്ട് ചെയ്ത് തരാം. പഴം ടേസ്റ്റ് ഉണ്ടോ? മധുരം ഉണ്ടോ പഴം? ഇഷ്ടായ? ബായ് പറഞ്ഞു. എല്ലാവരോടും ബായ് പറഞ്ഞു. അപ്പൊ എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ മാവ് ഇട്ട് അപ്പം തന്നെ താഴെ പോയി മുകളിലേക്ക് വരികയാണെങ്കിൽ എണ്ണ റെഡി ചെയ്യുന്ന നല്ലോണം ചൂടായെന്നാണ്. ഇത് നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് ഇടാം.
അടുത്തൊരു പഴം എൽസ ഇടണ്ടാൻ പറ്റോളാം. ഞാനിപ്പോൾ 2 പഴം ഇട്ടിട്ടുള്ളൂ. അത് പാത്രം കുറച്ച് ചെറുതായ കാരണം 2 ഇടാനുള്ള സ്പേസ് ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ തീ വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നാൽ അധികം ഉള്ളു വേവില്ല. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ പഴംപൊരി കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കണം. ഇതിപ്പോൾ ഞാൻ ഇത് കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. ഒരെണ്ണം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അടുത്തും കൂടി ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടു ഓയിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ബാച്ച് ഉണ്ടാക്കുകയാണ്. നമുക്ക് എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അരിപ്പൊടി ചേർത്ത കാരണം കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തളർന്ന് പോയ പോലെ ഇല്ല. ഇപ്പം മൈദയിൽ മാത്രമാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ തളർന്ന് പോയ പോലെ ഇത്ര സ്റ്റിഫായിട്ട് നിൽക്കില്ല. പഴംപൊരി ഇഷ്ടമായ? ടേസ്റ്റ് ഉണ്ടാ? പഴംപൊരി ഇഷ്ടമായ എൽസ? ഇഷ്ടമായ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.